ഇന്ന് രാവിലെ ഉണ്ടായ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ഖത്തറിലെ സ്ഥിതിഗതി ശാന്തം. അടിയന്തരാവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാനാവൂ എന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. ആക്രമണങ്ങളിൽ ഇതുവരെ 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ആളപായമില്ല എന്ന് അധികൃതർ അറിയിച്ചു. അബ്ബാസ് മുഹമ്മദ് വിവരവും അയച്ചിരുന്നു. അബ്ബാസ്, ഈ പരിക്കേറ്റത് എങ്ങനെയാണ്? അജിംസ്, ഈ മിസൈൽ ഇന്റർസെപ്ഷൻ ചെയ്യുന്ന സമയത്ത് താഴേക്ക് വീഴുന്ന അതിൻ്റെ ചീളുകൾ കൊണ്ടിട്ടാണ് ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇങ്ങനെ 16 പേർക്ക് ആകെ പരിക്കേറ്റു എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് 8 ആയിരുന്നു. ഇന്ന് രാവിലെ വരുന്ന വാർത്താക്കുറിപ്പിലാണ് 8 പേർ കൂടി പരിക്കേറ്റു എന്ന് പറഞ്ഞിരുന്നത്. ഇന്നലെ നടത്തിയൊരു വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ പ്രകാരം 8 പേർക്ക് പരിക്കേൽക്കുകയും അതുപോലെ അതിൽ ഒരാൾ 4 പേർ ചികിത്സയിലാണ്, അതിലൊരാൾക്ക് ഗുരുതര നിലയാണ് എന്നാണ് വാർത്താക്കുറിപ്പുണ്ടായിരുന്നത്. ഇതാണിപ്പോൾ 16 പേർക്ക് ചികിത്സ നൽകേണ്ട സാഹചര്യം ഉണ്ട് എന്ന് പ്രതിരോധ മന്ത്രാലയം വിശദീകരിക്കുന്നത്. ഇങ്ങനെയാണ് പരിക്കേൽക്കുന്നവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അഥവാ ഏതെങ്കിലും തരത്തിൽ മിസൈൽ ഇവിടെ ഖത്തറിൻ്റെ മണ്ണിൽ പതിച്ചതായിട്ട് അൽ ഉദൈദ് വ്യോമത്താവളം ഒഴികെയുള്ള സ്ഥലങ്ങളിൽ പതിച്ചതായിട്ട് യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുമില്ല, അങ്ങനെ പതിച്ചിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ പങ്കുവച്ചിരുന്നു. അഥവാ 60-ലേറെ മിസൈലുകളാണ് ഇങ്ങോട്ട് ഈ രാജ്യത്തെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തിട്ടുള്ളത്. അതിൽ 2 മാത്രം 2 മിസൈലുകളും 2 ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ ഒരു ഡ്രോണും അൽ ഉദൈദ് വ്യോമത്താവളത്തിൽ പതിച്ചു. ബാക്കിയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഖത്തർ വ്യോമസേന അതിനെ പ്രതിരോധിച്ചു എന്നുള്ള വിവരമാണ് ഇവിടുത്തെ അധികൃതർ പങ്കുവച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ മിസൈൽ ഇൻ്റർസെപ്ഷന് ശേഷം നടന്ന ഒരു ചീള് താഴേക്ക് വീഴുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഒരു വലിയ തോതിലുള്ള പുക ഉയരുന്നവർക്ക് വിഷ്വലൊക്കെ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിശദീകരണക്കുറിപ്പ് കുറച്ച് നേരങ്ങൾക്ക് ശേഷം ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്തു. സിവിൽ ഡിഫൻസ് വളരെ വേഗത്തിൽ തീ അണച്ചു എന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നും ഈ ഒരു സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്നുമാണ് ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ നടന്ന ചില ആക്രമണങ്ങൾ, അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത ചില ശബ്ദങ്ങൾ എന്നിവ ഒഴിച്ചു നിർത്തിയാൽ ഖത്തറിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്. ആളുകളൊക്കെ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വൈര്യമായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഇതാണ് ഖത്തറിലെ ജനജീവിതം. സാധാരണഗതിയിലാണ്. എന്നാൽ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഇതോടുകൂടെ തന്നെ ജനവാതിലടക്കമുള്ള സ്ഥലങ്ങളിൽ നിൽക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും സമാധാന ശ്രമങ്ങൾ തുടരുന്നുണ്ടോ? തീർച്ചയായിട്ടും അജിംസ്, ഇക്കാര്യത്തിലാണ് ഖത്തർ ഒരു ഫലപ്രദമായിട്ടുള്ള നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ള ആളുകൾ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി ഫോൺ വഴി സംഭാഷണം നടത്തി. വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും അവസാനത്തെ വാർത്താക്കുറിപ്പിൽ മാൾട്ട, സൈപ്രസ്, ക്രൊയേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാണ് ഏറ്റവും ഒടുവിലായിട്ട് ഖത്തർ പ്രധാനമന്ത്രിയുമായിട്ട് ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളത്. ഇവർ രാജ്യത്തോട് ഐക്യദാർഢ്യം അറിയിക്കുന്നതിനൊപ്പം സമാധാന സംഭാഷണങ്ങളിൽ, സമാധാന ശ്രമങ്ങളിൽ ഏതെല്ലാം തരത്തിലാണ് പങ്കുകൊള്ളേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ രാജ്യം അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ ആദ്യമായിട്ട് ഇക്കാര്യത്തിൽ ഒരു ഫലപ്രദമായ നീക്കം നടത്തിയത് സൗദി കിരീടാവകാശിയും അതുപോലെ ഖത്തർ അമീറും തമ്മിലാണ്. ഈ ആദ്യത്തെ ചർച്ചകൾക്ക് ശേഷം പിന്നീട് ജർമ്മൻ ചാൻസലർ, അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ, അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അതുപോലെ റഷ്യൻ വിദേശകാര്യമന്ത്രി, GCC എന്നുള്ള രാഷ്ട്ര നേതാക്കൾ, UAE-യുടെയും ബഹ്റൈൻ്റെയും കുവൈത്തിൻ്റെയും അമീറുമാർ, പ്രസിഡന്റുമാർ, അവരൊക്കെ ഖത്തർ അമീറുമായി സംസാരിക്കുന്നു. നിലവിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായിട്ടും പല രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ അടിയന്തരമായ ഒരു വെടിനിർത്തൽ ആവശ്യമാണ് എന്നുള്ളതാണ്.
ഇക്കാര്യത്തിലുള്ള ഫലപ്രദമായ ചർച്ചകൾ ഏതെല്ലാം തലത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണകളില്ല. വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കുന്ന ഔദ്യോഗിക പ്രസ്താവനകൾ ആശ്രയിക്കുകയാണ് നമുക്ക് ഇക്കാര്യത്തിലുള്ള വഴി. ചർച്ചകൾ നടക്കുന്നുണ്ട്, വളരെ വ്യാപകമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള നേതാക്കളിൽ നിന്നുള്ള ഫോൺ കോളുകൾ ഇവിടുത്തെ നേതൃത്വം റിസീവ് ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താക്കുറിപ്പിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഈ നടന്ന ആക്രമണം, ഇറാൻ്റെ ആക്രമണം രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള പരമാധികാരത്തിന്മേലുള്ള ആക്രമണമാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട സംഗതി ഒരു മീഡിയേറ്റർ എന്ന നിലക്ക് ആഗോള സംഘർഷങ്ങളിൽ ഇടപെട്ട രാജ്യമാണ് ഖത്തർ. ഈ ഖത്തറിനെതിരെയുള്ള ആക്രമണം ഒരു ഘട്ടത്തിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്.